വേൾഡ് ആൻഡ് PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. വേൾഡ് ആൻഡ് PSCയുടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിന് 25K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെ വളരെ നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നമുക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട പുതിയ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ Unacademy വഴി GK വേൾഡ് ആൻഡ് PSCയുടെ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ ലിങ്ക്. ഇതിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ തരുന്ന വെറൈറ്റി കോഴ്സസ്, എല്ലാ കോഴ്സുകളും PSC, കോമ്പറ്റേറ്റീവ് എക്സാം, RPF തുടങ്ങിയ എല്ലാ എക്സാമിനും നിരവധി കോഴ്സുകളാണ് GK വേൾഡ് ആൻഡ് PSC Unacademy വഴി നിങ്ങൾക്ക് നൽകുന്നത്. ഇതെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് ലഭ്യമാകുന്നതാണ്. ഓക്കെ, അതോടൊപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് PSC എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആൻസേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, അതോടൊപ്പം സിവിൽ പോലീസ് ഓഫീസർ, ഏതൊരു ലെവൽ എക്സാമിനേഷനും നിങ്ങൾക്ക് ഒരേപോലെ ഉപകാരപ്രദമാകുന്ന ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്, ദ ഫേമസ് ടെക്സ്റ്റ് സിദ്ധാനുഭൂതി ഈസ് റിട്ടൺ ബൈ. ദ ഫേമസ് ടെക്സ്റ്റ് സിദ്ധാനുഭൂതി ഈസ് റിട്ടൺ ബൈ. ഓപ്ഷൻസ് നോക്കാം. ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, സ്വാമി വിവേകാനന്ദ, രാമകൃഷ്ണ പരമഹംസ. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് വായിച്ചിരുന്നു. എന്താണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്? ഫേമസ് ആയിട്ടുള്ള സിദ്ധാനുഭൂതിയുടെ രചയിതാവ് ആരാന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻസ് പറഞ്ഞത് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രഹ്മാനന്ദ ശിവയോഗി തന്നിട്ടുണ്ടായിരുന്നു, സ്വാമി വിവേകാനന്ദ തന്നിട്ടുണ്ട്, രാമകൃഷ്ണ പരമഹംസ തന്നിട്ടുണ്ടായിരുന്നു. ഏതാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുണ്ടോ എന്ന് ശ്രമിക്കുക. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ദ ഫേമസ് ടെക്സ്റ്റ്, സിദ്ധാനുഭൂതിയുടെ രചയിതാവ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിൽ പോവാം. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേരള PSC ഫയർമാൻ 2017 ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഹു കോൾഡ് ശ്രീനാരായണ ഗുരു ആസ് ദ സെക്കൻഡ് ബുദ്ധ? ഹു കോൾഡ് ശ്രീനാരായണ ഗുരു ആസ് ദ സെക്കൻഡ് ബുദ്ധ? ശ്രീനാരായണ ഗുരുവിനെ ദ സെക്കൻഡ് ബുദ്ധ, രണ്ടാമത്തെ ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എല്ലാം നമുക്ക് നോക്കാം. ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് സർദാർ KM പണിക്കർ, G ശങ്കരക്കുറുപ്പ്, ജോസഫ് മുണ്ടശ്ശേരി, മന്നത്ത് പത്മനാഭൻ. ചോദ്യം ശ്രദ്ധിക്കുക. ശ്രീനാരായണ ഗുരുവെ സെക്കൻഡ് ബുദ്ധ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സർദാർ KM പണിക്കർ, G ശങ്കരക്കുറുപ്പ്, ജോസഫ് മുണ്ടശ്ശേരി, മന്നത്ത് പത്മനാഭൻ. ശരിയായിട്ടുള്ള ഉത്തരം ശങ്കരക്കുറുപ്പാണ്, G ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആത്മബോധോദയ സംഘം വാസ് ഫൗണ്ടഡ് ബൈ. ആത്മബോധോദയ സംഘത്തിന്റെ ഫൗണ്ടർ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് സുഭാനന്ദ ഗുരുദേവൻ, ആനന്ദ തീർത്ഥൻ, വാഗ്ഭടാനന്ദൻ, സ്വാമി അഗമാനന്ദ. ഓക്കെ, ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ആദ്യം പറഞ്ഞതാണ്. സുഭാനന്ദ ഗുരുദേവനാണ് ആത്മോപദേയ സംഘത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഹു ഈസ് കോൾഡ് മാർട്ടിൻ ലൂതർ ഓഫ് ദ ഈസ്റ്റ്? ഈസ്റ്റിന്റെ മാർട്ടിൻ ലൂതർ എന്ന് അറിയപ്പെടുന്നത് ആരെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എബ്രഹാം മാൽപ്പൻ, പൊയ്ക്കൽ യോഹന്നാൻ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അർണോസ് പത്തിരി. ഏതൊക്കെയാണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്? എബ്രഹാം മാൽപ്പൻ തന്നിട്ടുണ്ട്, പൊയ്ക്കൽ യോഹന്നാൻ തന്നിട്ടുണ്ട്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അർണോസ് പത്തിരി. ഹു ഇസ് കോൾഡ് മാർട്ടിൻ ലൂതർ ഓഫ് ഈസ്റ്റ്? ഈസ്റ്റിന്റെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് എബ്രഹാം മാൽപ്പനെയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്
ബാലകലേശ നിരൂപണം വാസ് ഓഥേർഡ് ബൈ. ബാലകലേശ നിരൂപണത്തിൻ്റെ ഓഥർ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ നമുക്ക് 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ബ്രഹ്മാനന്ദ ശിവയോഗി, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളൈ, കേസരി ബാലകൃഷ്ണ പിള്ളൈ, ചട്ടമ്പി സ്വാമികൾ. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ട് 4 എണ്ണം ഉണ്ടായിരുന്നു. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ബാലകലേശ നിരൂപണത്തിൻ്റെ ഓഥർ രചയിതാവ് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് The social reformer of Kerala who opened his family temple for everyone. The social reformer of Kerala who opened his family temple for everyone. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സ്വന്തം കുടുംബക്ഷേത്രം മറ്റുള്ളവർക്ക് കൂടി തുറന്നു കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കേരള PSC 2018 കേരള PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, TK മാധവൻ, C കൃഷ്ണൻ. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. Who is a person or who is the social reformer of Kerala who opened his family temple for everyone? ശരിയായിട്ടുള്ള ഉത്തരം മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അടുത്ത ചോദ്യം Who was known as ബാൽ ഗുരു? ബാൽ ഗുരു എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വാഗ്ഭടാനന്ദ, ചട്ടമ്പി സ്വാമികൾ, ബോധാനന്ദ, അഗമാനന്ദ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ആരാണ്? ബാൽ ഗുരു എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? വാഗ്ഭടാനന്ദയാണ്. ഓക്കെ, വാഗ്ഭടാനന്ദനെയാണ് ബാൽ ഗുരു എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കഴിഞ്ഞു പോയ കേരള PSC 2017 ഒരു ചോദ്യമാണ് ഇനി ഞാൻ പറയുന്നത്. The Muslim cultural organization called Muhammadiyya Sabha was founded by. മുസ്ലിം കൾച്ചറൽ ഓർഗനൈസേഷനായ മുഹമ്മദിയ സഭയുടെ ഫൗണ്ടർ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇതിൽ തന്നിട്ടുള്ളത് മക്തി തങ്ങൾ തന്നിട്ടുണ്ട്, മൊയ്തു മൗലവി തന്നിട്ടുണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നിട്ടുണ്ട്, ഹമദാനി തങ്ങൾ തന്നിട്ടുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? The Muslim cultural organization called Muhammadiyya Sabha was founded by മക്തി തങ്ങൾ. മക്തി തങ്ങളാണ് മുസ്ലിം കൾച്ചറൽ ഓർഗനൈസേഷനായ മുഹമ്മദിയ സഭ ഫൗണ്ടർ ചെയ്തത് അല്ലെങ്കിൽ ഫൗണ്ടഡ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ഒരു ചോദ്യം കഴിഞ്ഞു പോയ കേരള PSC 2017 ചോദിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ചോദ്യം എന്താണെന്ന്. The first Catholic Sanskrit school was set up in 1846 under the leadership of. ആദ്യത്തെ കത്തോലിക് സാൻസ്ക്രിറ്റ് സ്കൂള് 1846 ആരുടെ ലീഡർഷിപ്പിലാണ് ബിൽഡ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സെന്റ് അഗസ്റ്റിൻ, ഫാദർ വടക്കൻ, ഫാദർ ജോൺ ജോസഫ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 2017 PSC ക്വസ്റ്റ്യൻ ആയിരുന്നു. The first Catholic Sanskrit school was set up in 1846 under the leadership of. ശരിയായിട്ടുള്ള ഉത്തരം കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിൽ ചിന്തിപ്പിക്കുന്ന കവിതകൾ എന്ന് പറയുന്നത് ആരുടെ വർക്കാണ്? ചിന്തിപ്പിക്കുന്ന കവിതകൾ ഈസ് എ വർക്ക് ഓഫ് ഡാഷ്. ഈ ഒരു ചോദ്യം കേരള PSC 2017 ഉണ്ടായിരുന്നതാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വേലിക്കിട്ടി അരയൻ, കുമാരനാശാൻ, പോക്കിൽ കുമാരഗുരു, സഹോദരൻ അയ്യപ്പൻ. ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം വേലിക്കുട്ടി അരയൻ്റെയാണ് ചിന്തിപ്പിക്കുന്ന കവിതകൾ എന്ന് പറയുന്ന വർക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞുപോയ PSC ചോദിച്ചിട്ടുണ്ടായിരുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇത് ഏതൊരു എക്സാമിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നവോത്ഥാന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ്. Till then, bye bye and thank you for watching.